ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ അമരക്കുനിയിൽ കടുവ നിരന്തരം ഇറങ്ങി ആടുകളെ പിടിക്കുന്ന വാർത്തയൊക്കെ വരുന്നതും വളരെ വൈകി അല്ലെങ്കിൽ കൂടൊക്കെ സ്ഥാപിച്ചതിന് പിടികൂടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടു. അതിന് തൊട്ട് മുമ്പ് കണ്ടു. അതിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനിറങ്ങി മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ വനം വന്യജീവി സംഘർഷം എന്ന് പറയാൻ പറ്റുമോ, കാട്ടാനകൾ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി നാട്ടിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന എത്ര വാർത്തകൾ കഴിഞ്ഞ ഒറ്റ മാസത്തിനിടയിൽ മാത്രം വന്നു എന്നാലോചിച്ചാൽ തന്നെ എത്രമാത്രം തീവ്രമാണ് ആ മേഖലയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്ന്. സുർജിത്ത്, അമരക്കുനി കടുവയുടെ വാർത്ത നമ്മൾ ദീർഘനാൾ ആ വാർത്തയിൽ തന്നെ നിന്നതാണ്. ഇതാ ഇപ്പോൾ മാനന്തവാടി പ്രിയദർശിനി എസ്റ്റേറ്റിനടുത്ത് നേരത്തെ അവിടെ കടുവയുടെ സാന്നിധ്യമൊന്നും ഇല്ല എന്നാണ് മുജീബ് എന്ന നാട്ടുകാരൻ പറയുന്നത്. വല്ലാത്ത അവസ്ഥയാണ് സുർജിത്ത്. തീർച്ചയായും വല്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളാൽ പൊറുതിമുട്ടുന്ന സ്ഥിതി വയനാട്ടിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നേരത്തെ പ്രജീഷാണ് ഇരയെങ്കിൽ പ്രജീഷ് മരിച്ച് ഇപ്പോൾ വാഗേരിയിലെ പ്രജീഷ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനിടയിലാണ് അടുത്ത ഒരു ദുരന്ത വാർത്ത കൂടി കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. എന്തായാലും രാധ എന്ന് പറയുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിൽ. അവർ തോട്ടത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള ആ മേഖലയിൽ കാപ്പി പറിക്കാൻ വേണ്ടി പോയതായിരുന്നു. കാപ്പി പറിക്കാൻ പോയ ഘട്ടത്തിലാണ് കടുവ അവിടെ നിന്ന് വലിച്ചിഴച്ച് വനഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുമുണ്ട്. വനത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല നാട്ടുകാരെ, കാരണം മൃതദേഹം അത്രമാത്രം ഛിന്ന ഭിന്നമായ നിലയിലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പ്രാദേശികമായി നമുക്ക് ലഭിക്കുകയാണ്. വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് പുറത്ത് വരുന്നത്. കാരണം നിരന്തരം കടുവകളുടെ ആക്രമണം അത്രമാത്രം വലിയ രീതിയിൽ അലോസരപ്പെടുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വയനാടിനെ സംബന്ധിച്ചുണ്ട്. നമുക്കറിയാം അമരക്കുനിയിലെ വാർത്ത, അത് ആ കടുവയെ പിടികൂടി അധിക ദിവസം പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാരൊന്നടങ്കം ഭയാശങ്കയോടുകൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമരക്കുനിയിൽ ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ കൽപ്പറ്റ നഗരത്തിലെ പെരുന്തട്ട എന്ന് പറയുന്ന എസ്റ്റേറ്റിനകത്തും കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കടുവ നിരന്തരം മൃഗങ്ങളെ, ഒരു കടുവയല്ല ഒന്നിലേറെ കടുവകൾ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിനിടയിലാണ് മറ്റൊരു വലിയ ദുരന്ത വാർത്ത. രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ വലിയൊരു ദുരന്ത വാർത്ത തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വാർത്ത തന്നെയാണ് പുറം ലോകത്തെ അറിയിക്കുന്നതും. എന്തായാലും ആ മേഖല എന്ന് പറയുന്നത് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ആശങ്ക, ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക ആ പ്രദേശത്തുള്ള മുജീബ് ഉൾപ്പെടെയുള്ളവർ അറിയുന്നത് ഈ തണ്ടർ ബോട്ടിന്റെ കോമ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന സാഹചര്യമുണ്ട്. ആ കോമ്പിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരൻ കൂടിയായ മുജീബ് നമ്മോട് പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒടുങ്ങാത്ത ആശങ്ക, ആ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ തന്നെ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത കൂടി കടന്നു വരുന്നത്. കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു തൊഴിലാളി സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രജീഷിന്റെ മരണം നടന്ന് അധിക കാലം പോലും ആയിട്ടില്ല. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും അമർഷത്തിലേക്കും എല്ലാം വഴിമാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ ഒന്നടങ്കം വിറപ്പിച്ച കടുവയെ പിന്നീട് കൂടുവെച്ച് പിടികൂടിയത് 17-ാം നാളിലാണ്. അങ്ങനെ പ്രജീഷിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആ കടുവയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അതിന്റെ ഒരു വർഷം പൂർത്തിയാകുന്നു. പ്രജീഷിനെ പിടികൂടി ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്. വലിയ ആശങ്കയോടുകൂടി കഴിയുകയാണ് വയനാട്ടിലെ ജനങ്ങൾ. ആനയായും കടുവയായും പുലിയായും അതോടൊപ്പം പന്നിയായും കുരങ്ങനായും വരെ ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന അവസ്ഥ കൂടി ഉള്ളത്. എന്തായാലും ആ ദുരന്ത വാർത്ത വലിയ ദുരന്ത വാർത്ത തന്നെയാണ്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുടെ ആധിക്യം ഏറുന്ന സാഹചര്യം കൂടിക്കൂടി വരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ആ മേഖല എന്ന് പറയുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കയോടുകൂടി കഴിയുന്ന സാഹചര്യം വയനാടിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നു. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ പോലീസ് സംഘം എത്തുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാഹചര്യത്തിന് സാധ്യത ഉൾപ്പെടെ കാണുന്നു. ആ ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി വയനാട് വൈൽഡ് ലൈഫിനോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളിൽ ജോലിക്ക് പോയ തൊഴിലാളി സ്ത്രീയാണ്. അവരെയാണ് കടുവ ആക്രമിച്ചത്. കടുവ തോട്ടത്തിൽ വെച്ച് കടിച്ചു കീറി വലിച്ച് ഇഴച്ച് വനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ള വിവരമാണ് പ്രാദേശികമായി നമുക്ക് അറിയാൻ കഴിയുന്നതും. എന്തായാലും ആളുകളെ സംബന്ധിച്ച്
സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ചിത്രമാണ് വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ കടുവ ആക്രമണം അതിന്റെ തുടർച്ചയായി കടുവകളുടെ ആക്രമണം തുടർച്ചയായി സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും ആ അവസ്ഥ വലിയ ഭയാശങ്കയോടുകൂടി ആളുകൾ കാണുന്നു. അതാണ് അവസ്ഥ. ഇപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളടക്കം നടക്കുകയാണ്. മൃതദേഹം കഴിച്ചുകീറിയ നിലയിലാണ് മൃതദേഹം എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. ആ മേഖലയിൽ ഇപ്പോൾ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശമാണ്. പഞ്ചാരക്കൊല്ലി എന്ന് പറയുമ്പോൾ അത് ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രിയദർശിനി എസ്റ്റേറ്റ്, ആ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഇടത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒരു പൊറുതിയുമില്ലാത്ത അവസ്ഥ, അത്രയും ആശങ്കയോടുകൂടി ജീവിക്കേണ്ട അവസ്ഥ, അത് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇത് സംഭവിക്കുന്നു, തുടർച്ചയായി സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാത്ത ഒരു ദുരന്തത്തിന്റെ വാർത്ത തന്നെയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാനന്തവാടിക്ക് അടുത്താണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് ഉള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ആ പ്രദേശത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ആ മേഖലയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ അല്പസമയത്തിനകം എന്തായാലും അങ്ങേയറ്റം സങ്കടകരമാണ്, അങ്ങേയറ്റം വേദനാജനകമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നുകൂടി പറയണം. കാര്യം ആവർത്തിക്കുന്നു. സംസ്ഥാനത്തെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊന്നൊടുക്കുന്ന സാഹചര്യം നമ്മുടെ ഓർമ്മയിൽ പരതിയാൽ ഈ അടുത്ത കാലത്തുണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽദോസിനെ കാട്ടാൻ ചവിട്ടിക്കൊന്നതാണ്. അതിനുശേഷം അമർ ഇലാഹി, അതിനുശേഷം മണി എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യൻ, അതിനുശേഷം ഒരു സ്ത്രീ. ഇപ്പോൾ പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ കടുവ പിടിച്ച വാർത്തയാണ്. ഇപ്പോൾ ആ വാർത്തയിലാണ് കേരളം ഞെട്ടി നിൽക്കുന്നത്.